നമ്മൾ നോമ്പറ കിട്ടൂലേ? എത്ര മണി കാണിക്കണേ ചോറിലെ പള്ളി? ഇതൊക്കെ ചോറിലെ പള്ളി എത്ര കാണിക്കണ സമയം പറയും? എത്ര? ആയിക്കോട്ടെ. അങ്ങനെ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ മുത്തുസാഹിബുണ്ട് യാത്രയിൽ. നോമ്പ് കഴിയാറിയുമ്പോൾ ഒരു സങ്കടം അല്ലേ? ഇതൊക്കെ ചോറ് കിട്ടുമോ? കിട്ടുമോ? അങ്ങനെ എത്തി ഗൈസ്. കമാൽ വണ്ടി എടുത്താൻ പോവാണ്. യാല്ലാ വേഗം പോയിട്ട് വാ. അങ്ങനെ പള്ളിയെ ലക്ഷ്യമാക്കി ഞങ്ങളിതാ പള്ളിയുടെ മുന്നിലെത്തി. റോഡ് ക്രോസ് ചെയ്തു. പള്ളിയിലേക്ക് ഇതാ കയറാൻ പോവുകയാണ്. ഒരുപാട് വണ്ടികൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഏകദേശം 1000-ഓളം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അങ്ങനെ കണ്ടില്ലേ, ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പള്ളീൻ്റെ മുകളിലത്തെ നിലയിൽ വെച്ചിട്ടാണ് നോമ്പ് തുറയുള്ളത്. അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി. കണ്ടോ ആളുകളുടെ ചെരുപ്പുകളൊക്കെ കണ്ടോ? നിസ്കരിക്കണ ഇതിൻ്റെ ഇപ്പുറത്ത് ചെരുപ്പുകളൊക്കെ ഇട്ടിരിക്കുന്ന ആളുകൾ. പിന്നെ അങ്ങനെ കണ്ടില്ലേ, നിരന്നിരിക്കുന്ന ആൾക്കാർ. ആദ്യം ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് പോയി ഒഴിവ് കണ്ടപ്പോൾ. പക്ഷേ അവിടെ ഞങ്ങൾ ആട്ടി വിട്ടു സുഹൃത്തുക്കളെ. ഇവിടെ ഇരിക്കാൻ പാടില്ല പറഞ്ഞു. കാരണം അതുകൊണ്ടാണ് അവിടെ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് ഒരു നീച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ യഥാർത്ഥ സ്ഥലത്തേക്ക് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ല ആൾക്കാരെ കണ്ടില്ല ഞങ്ങൾ. ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ ഒറ്റയടിക്ക് നോമ്പറക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതാരായാലും വേണ്ട, അടിപൊളി പരിപാടിയാണ് ആണല്ലേ. അങ്ങനെ ഞങ്ങളെ സ്ഥലത്തേക്ക് ഞങ്ങളെത്തി. അങ്ങനെ മെയ്തുക്ക ഇവിടെ ഇരിക്കാൻ പോവുകയാണ്. ഓപ്പോസിറ്റ് ചാടി കിടന്ന് ഞാൻ ഈ സ്ഥലത്ത് ഞാനിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെ ടീമൊക്കെ എത്തി. കമാൽ വണ്ടി നിർത്താൻ പോയിക്കാണ്. എത്തിയിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ സ്ഥലം പിടിച്ചോക്കണം എനിക്ക്. മറ്റത്തൊക്കെ ഇട്ടിട്ട് ബസ്സിൽ സ്ഥലം പിടിച്ചാൽ മാതിരിക്ക് പോലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഓനക്ക് സ്ഥലം പിടിച്ചു. പിന്നെ ആൾക്കാർ കടകടന്നാണ്ട് വന്ന് ഫുള്ളായി. അപ്പോൾ നമ്മളെ കമാൽ സാഹിബ് ഇതാ വരുന്നുണ്ട് കണ്ടല്ലേ. അങ്ങനെ ഓനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. അവനക്ക് വീഡിയോ എടുക്കുമ്പോൾ ചെറിയ ഇതൊക്കെ ഉണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ എല്ലാവരും ഇതേമാർക്കൊക്കെ തന്നെയാണ് പരിപാടി. അങ്ങനെ കമാൽ സാഹിബൊക്കെ വന്ന് ഞങ്ങളിവിടെ ഇരുന്ന് അടുത്ത പരിപാടിന് ബാങ്കിനെ കാത്തിരിക്കുക എന്നുള്ള ആ മഹത്തായ ഇതിനു വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ബാങ്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഫുഡ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പവിത്രമായ 28ാമത്തെ നോമ്പിൽ 27ാമത്തെ നോമ്പിൽ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കലൊക്കെ തുടങ്ങി. ഇതൊക്കെ സ്പൂൺ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഒരു പരിചയമില്ല, ഒരു രീതിയല്ല ഇത്. ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. അങ്ങനെ ഞാനും മൂപ്പരുമ്പാടെ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒറ്റ കണ്ടെയ്നറിന് ഞങ്ങൾ പകുതി എടുത്തു. 50-50 മറ്റുള്ളവർക്ക് ഓരോന്ന്. നല്ല റോബസ്റ്റ് പഴമുണ്ടായിരുന്നു. അത് കൂട്ടിയിട്ട് ചോറിൽ കൂട്ടി കഴിച്ചു. ഭയങ്കര ടേസ്റ്റാട്ടോ. അങ്ങനെതാ നോമ്പറക്കലിൻ്റെ എല്ലാവിധ സംഭവങ്ങളും കഴിഞ്ഞു. ആളുകളൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ പുണ്യകർമ്മത്തിന് വേണ്ടി അങ്ങനെ നമ്മൾ നിസ്കാരത്തിലൊക്കെ പങ്കുചേർന്ന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട് ഇവിടെ കുറച്ച് മുമ്പത്തെ വിംടോ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനും നോക്കി വേറെ ഒരുത്തം അവിടെ ഒന്നിച്ച് കവുത്തണം. അപ്പോൾ തിന്നതിന് ശേഷമല്ലേ ഒരെണ്ണം നമ്മളെടുത്ത് അധികം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് നമ്മൾ എടുത്തു. അതിനവിടെ വെച്ചിട്ടും കാര്യമില്ല. റൂമിൽ കൊണ്ടുപോയിട്ട് സൗകര്യം പോലെ കഴിക്കാമല്ലോ. ഒരു പഴം, വെള്ളം, ചോറ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് തുറക്ക് പരിസമാപ്തിയായി. ഇൻഷാ അല്ലാഹ് ഇനി ഈ മാസത്തിൽ ചിലപ്പോൾ 2 നോമ്പ് അല്ലെങ്കിൽ 3 നോമ്പ്, അത്രയാണ് പ്രതീക്ഷയുള്ളൂ. എല്ലാവർക്കും എല്ലാ റമദാൻ മാസത്തിലും പരിപൂർണ്ണ നോമ്പ് തുറക്കാനുള്ള അവസരങ്ങൾ റബ്ബ് തരട്ടെ. അപ്പോൾ ടാറ്റാ ബൈ ബൈ. പിന്നെ കാണാം. വാവ്, നമ്മളെ യൂസുഫ് കാക്കാൻ്റെ സ്ഥാപനം.